ചൂട് ചൂട് സർവത്ര ചൂട് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കേരളം ചുട്ടുപൊള്ളുന്നു. സംസ്ഥാനത്താകെ കനത്ത ചൂട് തുടരുകയാണ്. പാലക്കാട് ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ 40-ന് മുകളിലാണ് താപനില. ചൂട് കൂടിയതോടെ തിരുവോര കച്ചവടക്കാരും വഴിയാത്രക്കാരും ഒക്കെ വലയുകയാണ്. പലയിടത്തും കുടിവെള്ളക്ഷാമവും രൂക്ഷമായി തുടങ്ങി. വേനൽ കടുത്തതോടെ വൈദ്യുതി പ്രതിസന്ധിയും രൂക്ഷമാകുമെന്നാണ് ആശങ്ക. പുറത്തിറങ്ങുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ വിയർത്ത് കുളിക്കുക എന്ന് പറയുന്നില്ല, അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പാലക്കാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. വലിയ ബുദ്ധിമുട്ടാണ്. പകൽ മാത്രമല്ല, രാത്രിയും സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. എങ്ങനെയാണ് ചൂട്? രാവിലെ എണിച്ചത് വേർത്തൊലിച്ച് ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ എണിച്ച് 6:30 എണിച്ച് കുളിച്ചാണ്, പക്ഷെ വീണ്ടും വീട്ടിൽ പോയി കുളിക്കുന്ന സ്ഥിതിയാണ്. ഭയങ്കര ഹ്യൂമിഡിറ്റിയും ചൂടും ഭയങ്കര പ്രശ്നമുണ്ട്. ക്ഷീണാവുന്നുണ്ടല്ലേ? പിന്നെ തീർച്ചയായും വളരെ ക്ഷീണത്തിലാണ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചൂട്, ഉറക്കവും ഇല്ല. ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ടും പോകുന്ന ഒരു രക്ഷയും ഇല്ല. 12-1 മണിയൊക്കെ വീട്ടിൽ പോകും. ചൂട് കാരണം ഈ ഒരു ജീവിത സാഹചര്യം മാറുന്ന ഒരവസ്ഥ കൂടിയാണ്. ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5:30 വന്നാണ്. നമ്മുടെ ഉപജീവിത മാർഗം നടക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ഓടാൻ നടക്കത്തില്ലല്ലോ. നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ, മക്കളെ കാര്യങ്ങൾ, നമ്മളെ സ്വന്തം കാര്യങ്ങൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി ഓടിയേ പറ്റത്തുള്ളൂ. അതായത് ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു മരം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. മരം ഇവിടെ ഉള്ളതായിരുന്നു. മരം നല്ല 2 മരം, ഒരു ആലാണെങ്കിൽ നല്ല തളച്ച് നല്ലപോലെ വളർന്നു നിന്നൊരു ആലായിരുന്നു. പക്ഷേ ആ ആല് ഈ ലിങ്ക് റോഡിൻ്റെ ഈ പണിക്ക് വേണ്ട, അത് ഈ ഒരു സൈഡ് ഒതുങ്ങി നിന്ന മരമായിരുന്നു. ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞു, പണിക്കാരടുത്ത് പറഞ്ഞ്, ഇവിടുത്തെ കൗൺസിലറുടെ അടുത്ത് പറഞ്ഞ്, എന്നിട്ടൊന്നും അവരത് കേൾക്കാതെ ആ ആല് മുറിച്ചം കളഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആ ആലില്ലാത്ത, ആ തണലില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഒരു കുടുംബമല്ല, 100 ഡ്രൈവർമാർ, 100 കുടുംബത്തിൽ നിന്ന് വരുന്ന 100 ഡ്രൈവർമാർ ആ ചൂട് സഹിച്ചാണ് ഇവിടെ. ഉച്ചയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ കയറുമോ? പോകാനൊക്കത്തില്ല, ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ പുറത്തിറങ്ങി ജോലി ചെയ്ത്, ഇപ്പോൾ ഓട്ടോ തൊഴിലാളികളായാലും ലോട്ടറി തൊഴിലാളികളായാലും അങ്ങനെയൊക്കെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അവർക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഒരു കാരണവശാലും 11 മണി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കൊല്ലം ജില്ലയിൽ ആകെ ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത്സ്യബന്ധന മേഖലയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ മത്സ്യം ഉണക്കുന്ന തൊഴിലാളികളുണ്ട്. അതുപോലെ തന്നെ ഈ ബോട്ടുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റ് ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ തന്നെ അവിടെ ഇറങ്ങാതിരിക്കാൻ സാധിക്കില്ല. അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. ആ വ്യക്തികളെ പോലും ഈ ചൂടിൻ്റെ കാഠിന്യം വളരെയധികം ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. താരതമ്യേന മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒന്ന് കുറവ് തിരുവനന്തപുരത്താണ്. 35 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളൂ. പക്ഷേ പാലക്കാട്, കൊല്ലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വന്ന കണക്ക് പ്രകാരമൊക്കെ ആണെങ്കിൽ 40 ഡിഗ്രിയൊക്കെ ആയിരുന്നു ചൂട്. പക്ഷേ വലിയ ഉഷ്ണമാണ്. നമ്മൾ ഈ റോഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും പലരും ഈ ചൂടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട പിടിച്ച് വരുന്നവരുണ്ട്, തലയിൽ തുണിയൊക്കെ ഇട്ട് വരുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ കാഴ്ച, അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലെയും ഒരു കാഴ്ച, ഇതുപോലെ ജ്യൂസ് കടകൾ, കരിക്ക് കടകൾ, അതൊക്കെ ഇങ്ങനെ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഫോർട്ട് ജംഗ്ഷനിലുള്ള ഒരു കരിക്ക് കടയിലാണ്. ഇപ്പോൾ കച്ചവടമൊക്കെ കൂടിയിട്ടുണ്ടോ? ഉണ്ട്. സാധാരണ ഷോർട്ടാണ്, കച്ചവടം കൂടുതലാണ്. ഏതായാലും വലിയ തിരക്കാണ് ഇതുപോലെയുള്ള കരിക്ക് കടകളിലൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ജ്യൂസ് കടകളിൽ. നമുക്കിപ്പോൾ നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കരിക്ക് വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെ ചൂട് കൂടിയതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് കരിക്ക് കുടിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ആഗ്രഹിച്ച് വരുന്നുണ്ട്. പക്ഷേ അത്രയധികം സാധനം കിട്ടാനില്ല. പലപ്പോഴും ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഏതായാലും ചൂട് അതികഠിനമാണ്. കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് നാളെ മുതൽ ഒരു 3 ദിവസത്തേന് നേരിയ തോതിലുള്ളൊരു മഴ ഉണ്ടാകും. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അതിജാഗ്രത അക്കാര്യത്തിലും വേണം. ഇതാണ് അവസ്ഥ. എല്ലായിടത്തും കനത്ത ചൂട് തന്നെയാണ്. ഈ പാലക്കാട് ജില്ലയാണ്, നമ്മളെല്ലാ വർഷങ്ങളിലും പാലക്കാടും അല്ലെങ്കിൽ പുനലൂരും ഒക്കെയാണ് ഏറ്റവും കൂടിയ താപനില ഉണ്ടാവാറ്. ഇപ്പോഴും പാലക്കാടിന് അതിന് മാറ്റമൊന്നുമില്ല. എങ്ങനെയാണ് പൊതുവെ ഇടങ്ങളിലെ താപനില എന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. എന്തായാലും കഴിഞ്ഞൊരു 10-11 വർഷത്തിനിടെയുള്ള ഏറ്റവും വലിയ ഉയർന്ന താപനിലയാണ് ഇപ്പോൾ കേരളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പാലക്കാട് തന്നെയാണ് അതിൽ പ്രധാനം. 40.1 ഡിഗ്രി സെൽഷ്യസ് എന്നതാണ് പാലക്കാട് ജില്ലയിലെ ചൂട്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് രേഖപ്പെടുത്തിയിട്ടുള്ള അതേ ചൂടാണ്. പുനലൂരിൽ ഇന്ന് 38 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചൂട് രേഖപ്പെടുത്താറുള്ള മറ്റൊരു സ്ഥലമാണ് പുനലൂർ. അവിടെ 38 ഡിഗ്രിയിലേക്ക് ചൂടെത്തിയിരിക്കുന്നു. കോഴിക്കോട് 37.3 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. എല്ലായിടത്തും തന്നെ 35-ന് മുകളിൽ തന്നെ നിൽക്കുന്നു, 36-ന് മുകളിൽ തന്നെ നിൽക്കുന്നു ചൂടെന്നാണ്. കണ്ണൂരിൽ 36.6 ഡിഗ്രി സെൽഷ്യസ് എന്നതാണ് ഇന്നത്തെ താപനില. അങ്ങനെ ഒട്ടുമിക്ക ജില്ലകളും, ഇപ്പോൾ ഇടുക്കി
ഇടുക്കിയും വയനാടുമൊക്കെയാണ് കുറച്ചൊരു ആശ്വാസം എന്ന് പറയുമ്പോൾ ഇതാ കോട്ടയത്ത് വരെ 36.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിരിക്കുന്നു. ആ 2 ജില്ലകൾ ഒഴികെ ബാക്കി 12 ജില്ലകളും. പക്ഷേ നമ്മൾ ഇടുക്കിയിൽ നിന്നും കോട്ടയത്ത് നിന്നുമുള്ള വയനാട്ടിൽ നിന്നുമുള്ള മറ്റ് റിപ്പോർട്ടുകൾ കാണുമ്പോൾ അറിയാം അവിടെയൊക്കെ ചൂട് പതിവിലും കൂടുതലാണ്. വല്ലാത്തൊരു വരൾച്ചയിലേക്ക് പലയിടങ്ങളും പോകുമെന്ന ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്.